നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ആദ്യമായിട്ട് പോകേണ്ടത് ഇസ്രയേലിലേക്ക് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇസ്രയേലിനെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ നാണക്കേട്, ആ ഒരു നാണക്കേടുണ്ടായ ഒരു സംഭവം ഇസ്രയേലിലുണ്ടായത്. അതായത് ഗസയിലെ ഖാൻ യൂനിസിൽ നിന്ന്, ഖാൻ യൂനിസ് എന്ന് പറയുന്നത് ഗസയുടെ തെക്കൻ ഭാഗത്തുള്ള ഒരു നഗരപ്രദേശമാണ്. ഈ കഴിഞ്ഞുപോയ ഈ ഒരു യുദ്ധത്തിൽ ഈ ഒരു പ്രദേശം ഇസ്രയേലിന്റെ കനത്ത ആക്രമണങ്ങൾ നേരിട്ട ഒരു പ്രദേശമാണ്. എന്നാൽ ഇസ്രയേൽ ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തിയ ഈ ഒരു പ്രദേശത്ത് നിന്ന് തന്നെയാണ് ഇപ്പോൾ റെഡ് ക്രോസിന് ഈ ഇസ്രയേലി തടവുകാരെ എല്ലാം തന്നെ ഹമാസ് കൈമാറിയിരിക്കുന്നത്. അതായത് ഇസ്രയേൽ സൈന്യം മുകളിലൂടെ ശക്തമായ ആക്രമണം നടത്തുന്നുണ്ട് എങ്കിൽ കൂടിയും ഖാൻ യൂനിസിലുള്ള ഹമാസിന്റെ ടണലുകൾ കണ്ടെത്തുകയോ അത്തരം ടണലുകൾ കണ്ടെത്തി നശിപ്പിക്കാനോ ഇസ്രയേൽ ഇന്റലിജൻസിനോ അതുപോലെ തന്നെ ഇസ്രയേൽ സൈന്യത്തിനോ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു സംഭവത്തോടു കൂടി തന്നെ ഇസ്രയേലിന്റെ തന്നെ മാധ്യമങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇസ്രയേലിന്റെ മാധ്യമമായിട്ടുള്ള ടൈംസ് ഓഫ് ഇസ്രയേൽ തുടങ്ങിയ നിരവധി മാധ്യമങ്ങൾ ഇതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതിൽ ടൈംസ് ഓഫ് ഇസ്രയേൽ പറയുന്നത് ഇങ്ങനെയാണ്: ഖാൻ യൂനിസിൽ ഇസ്രയേലി സൈന്യം മാസങ്ങളോളം ഉണ്ടായിട്ടും അണ്ടർഗ്രൗണ്ടിൽ ഇസ്രയേലിന്റെ തന്നെ തടവുകാരും ഉണ്ടായിരുന്നു. ഇത് ഇസ്രയേലിനെ സംബന്ധിച്ച് വലിയ ഒരു ഇന്റലിജൻസ് പരാജയമാണ് എന്നാണ് ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ വാർത്ത സംബന്ധിക്കുന്ന സ്ക്രീൻഷോട്ടും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇസ്രയേലിലുള്ള സൈനിക വിദഗ്ധരും അവരും ഇതിനെക്കുറിച്ച്, ഈ ഒരു വിഷയത്തെക്കുറിച്ച് മറ്റൊരു അഭിപ്രായം പറയുന്നില്ല. അവരുടെയും അഭിപ്രായം ഇത് തന്നെയാണ്. അവർ പറയുന്നത്, നാം മുകളിൽ യുദ്ധം നടത്തുമ്പോൾ യഥാർത്ഥ യുദ്ധം നടന്നിരുന്നത് അത് അണ്ടർഗ്രൗണ്ടിലാണ് എന്നാണ്. പണ്ടുകാലത്ത് ഇസ്രയേലിനെ കുറിച്ചും ഇസ്രയേലി സൈന്യത്തെക്കുറിച്ചും ലോകം പാടി നടന്ന ഒരു കാര്യമുണ്ട്: ഇസ്രയേൽ ഫൈറ്റ് സ്മാർട്ട് ആൻഡ് ഫാസ്റ്റ് ആൻഡ് ഫിയർലെസ് എന്ന്. ഇത് പണ്ടുകാലത്ത് ലോകം പാടി നടന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇന്ന് ആ സ്ഥിതി മാറിയിരിക്കുന്നു. ഇപ്പോൾ ഇസ്രയേൽ നിരവധി പരാജയങ്ങൾ നേരിടുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും അവസാനത്തെ ഒരു സംഭവമാണ് ഇപ്പോൾ ഖാൻ യൂനിസിൽ ഉണ്ടായിരിക്കുന്നത്. എന്നിരുന്നാലും ഈ ഒരു സംഭവം അവരുടെ ഇന്റലിജൻസ് പരാജയവും അതുപോലെ തന്നെ അവരുടെ എഫിഷ്യൻസിയെയും ചോദ്യം ചെയ്യുന്ന ഒരു സംഭവമായി മാറിയിട്ടുണ്ട്. മറ്റൊരു വാർത്ത, സൗദി കിരീടാവകാശിയായിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാൻ കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയോടെ, അതായത് പലർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഇപ്പോൾ ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹു അധികാരത്തിലിരിക്കുന്ന അത്രയും കാലം ഇസ്രയേലുമായി യാതൊരു ബന്ധവും ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇത് ട്രംപിന്റെ ഇസ്രയേലും ബാക്കി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം അത് മെച്ചപ്പെടുത്തണം എന്നുള്ള ഒരു പ്ലാനിന്, അത്തരമൊരു പ്ലാനിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ്. അമേരിക്കയെ സംബന്ധിച്ച് മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ ഏറ്റവും നല്ല സുഹൃത്ത് രാജ്യമാണ് സൗദി അറേബ്യ. എബ്രഹാം അക്കോർഡ്സ് പ്രകാരം ബഹ്റിൻ പോലെയുള്ള ചില രാജ്യങ്ങളുമായി ഇസ്രയേലിന് ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അതുമായി സൗദി അറേബ്യയുടെ അടുത്ത് വരണ്ട എന്നുള്ള ഒരു ക്ലിയർ മെസ്സേജാണ് സൗദി കിരീടാവകാശി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. യുദ്ധത്തിന്റെ തുടക്ക സമയത്ത് മൃദു സമീപനം എടുത്തു എങ്കിൽ കൂടിയും ഗസയിൽ ഇസ്രയേൽ കാട്ടിക്കൂട്ടുന്ന ക്രൂരതകൾ സൗദി അറേബ്യയെ ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കാൻ പ്രേരിപ്പിച്ചു. നെതന്യാഹുവിന്റെ എക്സ്ട്രീം റൈറ്റ് നയം ഒരിക്കലും സൗദി അറേബ്യയ്ക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. സൗദി കിരീടാവകാശിയുടെ ഈ ഒരു പ്രസ്താവനയോട് അമേരിക്ക ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ചില അമേരിക്കൻ ഡിപ്ലോമാറ്റുകൾ പറയുന്നത്, വി അണ്ടർസ്റ്റാൻഡ് സൗദി അറേബ്യസ് കൺസേൺസ് ബട്ട് ദ ഡോർ റിമെയിൻ ഓപ്പൺ എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അതായത് അമേരിക്ക ഇപ്പോഴും പ്രതീക്ഷയിലാണ്. അതായത് എപ്പോഴെങ്കിലും സൗദി ഇറാൻ ബന്ധം അത് സ്ഥാപിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയിലാണ് അമേരിക്ക ഇപ്പോഴും ഉള്ളത്. മറ്റൊരു വാർത്ത, ബെഞ്ചമിൻ നെതന്യാഹു ബെയ്ലിൻസൺ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ്. ഹമാസ് മോചിപ്പിച്ചിട്ടുള്ള ഇസ്രയേലി ബന്ദികളെ അവരെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നത്. അവിടെ വെച്ച് പത്രമാധ്യമങ്ങളെ കണ്ടിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് എല്ലാ ബന്ദികളെയും അതുപോലെ തന്നെ മൃതദേഹങ്ങളെയും തിരിച്ചെത്തിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഇസ്രയേലി തെരുവുകൾ പ്രതിഷേധം ഉയരുന്നുണ്ട്. അതിനാൽ തന്നെ നെതന്യാഹുവിന് ബാക്കിയുള്ള ബന്ദികളെയും അതുപോലെ തന്നെ അവരുടെ മൃതദേഹവും വിട്ടുകിട്ടേണ്ടത് നെതന്യാഹുവിനെ സംബന്ധിച്ച് അതൊരു അത്യാവശ്യമാണ്. കാരണം നെതന്യാഹുവിന് ഇനി അധികാരത്തിൽ തുടരണമെങ്കിൽ, അതായത് ഇപ്പോൾ യുദ്ധം ഏകദേശം അവസാനിച്ച ഒരു ഘട്ടത്തിലാണ്, ഇനിയും ബന്ദികളെ തിരിച്ചെത്തിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ, അവരുടെ മൃതദേഹമോ അവരെയോ തിരിച്ചെത്തിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ച് വളരെ വലിയൊരു തിരിച്ചടിയാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ അത് ബാധിച്ചേക്കാം എന്നുള്ള ഒരു ബോധം ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിനുണ്ട്. അതിനാൽ തന്നെയാണ് ഇപ്പോൾ പത്രമാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം ഇത്തരമൊരു പ്രസ്താവന നടത്താനായിട്ടുള്ള പ്രധാന കാരണം.